രണ്ടേ രണ്ട് ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡെസേർട്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ചോക്ലേറ്റ് മോസാണ് ഇന്നത്തെ സ്പെഷ്യൽ. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം അല്ലേ. അപ്പോൾ ഇതിനകത്തുള്ള ആദ്യത്തെ ചേരുവ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഗാലക്സിയുടെ വൈറ്റ് ചോക്ലേറ്റ് 38 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അളവ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല. നിങ്ങൾക്ക് എത്ര അളവിലാണോ തയ്യാറാക്കി എടുക്കേണ്ടത് അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. 1-2 ബാർ ഉപയോഗിക്കാവുന്നതാണ്. മിൽക്ക് ചോക്ലേറ്റോ വൈറ്റ് ചോക്ലേറ്റോ ഡാർക്ക് ചോക്ലേറ്റോ ഉപയോഗിക്കാം. ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ മൈക്രോവേവ് ചെയ്ത് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഉരുക്കിയെടുക്കുന്നതിന് ഡബിൾ ബോയിലിങ്ങിലൂടെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ അത്യാവശ്യം കുറഞ്ഞ അളവിൽ മാത്രമേ ചെയ്ത് കാണിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരൊറ്റ ബാർ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒരു ബൗളും അതുപോലെ തന്നെ ബീറ്ററാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബീറ്ററിൻ്റെ ബ്ലേഡ്, അതല്ലെങ്കിൽ വിസ്ക് ആണെങ്കിലോ സ്പൂൺ ആണെങ്കിൽ അതും ഒന്ന് ഫ്രീസറിനകത്ത് വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കണം. വിപ്പിംഗ് ക്രീം പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പാക്കറ്റിൻ്റെ പകുതി ഭാഗം മാത്രം വെച്ചിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ വിപ്പിംഗ് ക്രീം പൗഡറായിട്ട് അല്ല ക്രീമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 1/4 കപ്പ് തുടങ്ങി 1/2 കപ്പ് ക്രീമൊക്കെ ധാരാളമായിരിക്കും കേട്ടോ ഈ ഒരു അളവിൽ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ ഒരു പകുതി ഭാഗം മാത്രം വെച്ച് വളരെ കുറഞ്ഞ അളവിലാണ് കാണിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ക്രീം ഡിലൈറ്റിൻ്റെ വിപ്പിംഗ് ക്രീം പൗഡറാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ക്രസ്റ്റ് ആൻഡ് ക്രംബിൻ്റെ ഒക്കെ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഒരു പകുതിയൊക്കെ എടുത്താൽ മതി ഒരു പാക്കറ്റിൻ്റെ. അപ്പോൾ ഇതിനകത്തോട്ടേക്ക് ഇപ്പോൾ പകുതി എടുത്തത് കൊണ്ട് തന്നെ ഒരു 60 ml അടുത്ത് പാലേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ വിപ്പിംഗ് ക്രീം പൗഡർ എടുത്തത് കൊണ്ടാണ് പാലൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വന്നത്. നമ്മൾ വിപ്പിംഗ് ക്രീമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുത്താൽ മതി. ഇത് ജസ്റ്റ് ഒരു സോഫ്റ്റ് പീക്സ് ആകുന്നത് വരെയാണ് നമ്മൾ ആദ്യം വിപ്പ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സോഫ്റ്റ് പീക്സ് ആകുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ടേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്ക് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഒത്തിരി ഭയങ്കര സ്വീറ്റായിട്ടൊക്കെ വേണമെന്നുള്ളവർക്കാണെങ്കിൽ 2-3 ബാർ ഇതുപോലെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ല ചൂടോടുകൂടി ചോക്ലേറ്റ് ഒരിക്കലും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടാറില്ലേ, ആ ടൈമിൽ വേണം ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാൻ. അതിനുശേഷം നമ്മൾ ഇത് നന്നായിട്ട് വിപ്പ് ചെയ്യാം. നമ്മൾ സാധാരണ കേക്ക്സിനൊക്കെ വിപ്പ് ചെയ്തെടുക്കില്ലേ, അതുപോലെ തന്നെ നല്ല സ്റ്റിഫ് പീക്സ് ആകുന്ന രീതിയിൽ തന്നെ നമ്മൾ വിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ആണെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ സമയത്ത് ചെയ്തെടുക്കാം അല്ലേ. അപ്പോൾ വിസ്ക് ആണെങ്കിൽ നമ്മൾ മുന്നേ കുറേ വീഡിയോനകത്ത് കാണിച്ചിട്ടുള്ളതാണ്. വിസ്ക് ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി സമയം എടുത്തിട്ടൊന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയുള്ള സംഭവം. നമ്മൾ ഈ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുക, ക്രീമായിട്ട് മിക്സ് ചെയ്യുക. വളരെ ഫേമസ് ആയിട്ടുള്ള ചോക്ലേറ്റ് മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് എക്സ്ട്രാ ആയിട്ട് കൂടുതൽ ടേസ്റ്റിന് വേണ്ടി നട്ട്സ് ഫില്ലിങ്ങോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബൗളിനകത്തോട്ടേക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യുകയാണ്. പൈപ്പിംഗ് ബാഗിനകത്തായിട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ആ ഒരു ഫിനിഷിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ജസ്റ്റ് സ്പൂൺ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 2 ചേരുവകൾ മാത്രമാകുമ്പോൾ ഇത് എത്രയധികം ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഒരു ഡൗട്ട് ഉണ്ടാവില്ലേ. നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, എസ്പെഷ്യലി കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഇതിന്. ഇതിപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് വെച്ച് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് ചോക്ലേറ്റോ വൈറ്റ് ചോക്ലേറ്റോ മിൽക്ക് ചോക്ലേറ്റോ ഏതാണോ നിങ്ങൾക്കിഷ്ടം അതിനനുസരിച്ച് ഇത് ഫില്ല് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ ഇതുപോലെ ചെയ്തതിന് ശേഷം എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡെസേർട്ട് ആകുമ്പോൾ നമ്മൾ എപ്പോഴും അതിൻ്റെ ടോപ്പിങ്സ് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ സാധാരണ നമ്മുടെ വീട്ടിലില്ല തേങ്ങ ചിരകിയതുണ്ടല്ലോ, ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്നല്ല, തേങ്ങ ചിരകിയതിനകത്തോട്ടേക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഓറഞ്ച് എസൻസ് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ ഉപയോഗിക്കണം എന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്നെങ്കിൽ ചെറി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം, ടൂട്ടി ഫ്രൂട്ടി വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങ ചിരകിയതിനകത്തോട്ട് കുറച്ച് ഓറഞ്ച് എസൻസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗത്തൂടെ മുഴുവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ചെറിയ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത പരിപാടി, നമ്മളിത് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കണം. എത്രത്തോളം തണുപ്പിച്ചെടുക്കുന്നു അത്രയധികം ടേസ്റ്റാണ് കേട്ടോ. അതായത് നമ്മൾ തണുത്ത് വരുന്ന സമയത്തോ എത്ര കൂടുതൽ നമ്മൾ വെക്കുന്നു അതിനനുസരിച്ച് ശരിക്കും ഒരു ഭയങ്കര ഫ്ലേവറുള്ള ഒരു ഐസ്ക്രീം കഴിക്കുന്ന ഒരു ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്ത് നട്ട്സോ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ നട്ട്സൊക്കെ വെച്ച് ചെയ്യാം. അതിനൊന്നും ആവശ്യമില്ല, ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. ചോക്ലേറ്റ് ഫ്ലേവർ ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ അത് വെച്ച് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ എന്തായാലും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.